സങ്കീർത്തനങ്ങൾ 109 അധ്യായം. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. എൻ്റെ പൂഴ്ചയായ ദൈവമേ മൗനമായിരിക്കരുത്. ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. ദോഷമുള്ള നാവുകൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവർ ദ്വേഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു, കാരണം കൂടാതെ എന്നോട് കരുതിയിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു. ഞാൻ അവർ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവൻ്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവൻ്റെ വലതു ഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ സ്ഥാനം മറ്റൊരു തന്നെ നിൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയായി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇറങ്ങി നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ. അന്യാധികാരം അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവൻ്റെ ദേഹാനുപാൻ ആരും ഉണ്ടാകരുതേ. അവൻ്റെ അനാഥരോട് ആർക്കും കുറ്റം തോന്നരുതേ. അവൻ്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. അടുത്ത തലമുറയെ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ. അവൻ്റെ പിതാക്കന്മാരാകട്ടെ യഹോവ ഓർക്കുമാറാകട്ടെ. അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയും അരുതേ. അവ എല്ലായ്പ്പോഴും യഹോവയുടെ മുമ്പായിരിക്കട്ടെ. അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ശേഷിച്ച് കളയേണ്ടതെന്ന് തന്നെ. അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെ ദരിദ്രനെയും മനം താഴ്ന്നവനെയും മരണവരെയും ഉപദ്രവിച്ചു. ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ട് അകന്നുപോയി. അവൻ്റെ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും ചെന്നു. അത് അവനെ പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യമരക്ക് കിട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇതെൻ്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായി ദോഷം പറയുന്നവർക്ക് യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു. നീയോ കർത്താവായ യഹോവേ, നിൻ്റെ നാമത്തിനകത്ത് വണ്ണം എന്നോട് ചെയ്യണമേ. നിൻ്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഞാൻ അരിഷ്ടനും ദരിദ്രനുമാകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ചാഞ്ഞു പോകുന്ന നേരിൽ പോലെ ഞാൻ കടന്നു പോകുന്നു. ഒരു വെട്ടുക്കിളിയെ പോലെ എന്നെ ചാടിക്കുന്നു. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. എൻ്റെ ദേഹം പുഷ്ടി ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്കൊരു നിന്നയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിൻ്റെ കൈ എന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടത് തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ. അടിയനോ സന്തോഷിക്കും. എൻ്റെ എതിരാളികൾ നിന്ന് ധരിക്കും. പുതയ്ക്കുമ്പോൾ അവർ ലജ്ജയെ പുതയ്ക്കും. ഞാൻ എൻ്റെ വായ കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതേ, ഞാൻ പുരുഷാരത്തിന് നടുവിൽ അവനെ പൊഴുതും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു.